നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എന്റർപ്രൈസ് പ്ലാനിംഗ് എന്ന നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഫോംസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് എന്ന ഭാഗമല്ലേ നമ്മൾ പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഏതൊക്കെ ഫോമിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു? ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന സ്ഥാപനം, എന്താണ് നമ്മൾ അതിന് പറഞ്ഞത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന സ്ഥാപനം നമ്മൾ എന്ത് പറഞ്ഞു? പാർട്ട്ണർഷിപ്പ്. വലിയ വലിയ സ്ഥാപനങ്ങളെ കുറിച്ച്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ 3 രൂപത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവയുടെ ഫീച്ചേഴ്സ് നമുക്കറിയാം, അവരുടെ മെറിറ്റ്സ് അറിയാം, ഡീമെറിറ്റ്സ് അറിയാം. ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ഫോമായ ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ്. എന്താണ് ഒരു സഹകരണ സംഘം? നിങ്ങൾ ഇതിനു മുൻപ് സഹകരണ സംഘങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ക്ഷീരോത്പാദക സഹകരണ സംഘം, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് കോളേജുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇങ്ങനെ നിരവധി സഹകരണ സംഘ രൂപത്തിലുള്ള സഹകരണ സംഘങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓരോ സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്നത് കോപ്പറേറ്റീവിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചായിരിക്കും, അടിസ്ഥാന തത്വങ്ങൾ അനുസരിച്ചായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അവിടെ ഫീച്ചേഴ്സ് എന്താണ്, ആ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെയാണ് നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്നത്, അതിന്റെ നിയമപരമായ കടമ്പകൾ എന്തൊക്കെ കടക്കാനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് നോക്കാം. The term cooperative society is derived from the Latin word coopere, C-O-O-P-E-R-A-R-E, coopere. Co means with, operare means work. So cooperative society means work together. A group of persons voluntarily associate together, working together for the purpose of promotion of the economic interest of themselves. അവരവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി for the promotion of the economic interest of themselves, they join together, they come together and work together. അങ്ങനെ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. The term cooperative society is derived from the Latin word. സാധാരണ എല്ലാ പദങ്ങളും ലാറ്റിൻ വേർഡ് അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡ്, ഇറ്റാലിയൻ വേർഡ് എന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിരവധി പദങ്ങൾ നമ്മൾ പഠിച്ചത്. ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദവും ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ലാറ്റിൻ വേർഡായ കോ ഓപ്പററി. കോ എന്ന് പറഞ്ഞാൽ വിത്ത്, ഓപ്പററി എന്ന് പറഞ്ഞാൽ വർക്ക്. അപ്പൊ കോപ്പറേറ്റീവ് മീൻസ് വർക്ക് ടുഗദർ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിൽ, കോപ്പറേറ്റീവ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ, എന്താണ് കോപ്പറേറ്റീവ് തത്വം? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പ് സ്വയം സഹായിക്കുക, മ്യൂച്വൽ ഹെൽപ്പ് പരസ്പരം സഹായിക്കുക. അപ്പൊ സ്വയം സഹായിക്കുക, പരസ്പരം സഹായിക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന സംഘങ്ങളെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം? The objectives of the cooperative society is to promote the economic interest of the members. അതിലെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, അതിലെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളുടെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന സംഘങ്ങളെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അടുത്തതായിട്ട് നിർവചനം നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ രാജ്യത്തും അതാത് രാജ്യത്തിന് അനുയോജ്യമായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇൻ ഇന്ത്യ ഓൾസോ during the year 1912 a cooperative societies act was passed. 1912 ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. 1912 നമുക്കറിയാം ബ്രിട്ടീഷ് കാലഘട്ടമാണെന്ന്, ബ്രിട്ടീഷ് റൂളേഴ്സിന്റെ കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാർ വരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്നും നമ്മുടെ അടിസ്ഥാന നിയമമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായ സഹകരണ സംഘ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലും
in the year 1969, a Cooperative Societies Act was passed. കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് 1969 എങ്കിലും ഇതിന്റെ ബേസിക് നിയമം, അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് 1912 ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വകുപ്പ് 4 കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർവഹിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ സൊസൈറ്റി which has its objectives for the promotion of the economic interest of its members in accordance with the cooperative principles. അതായത് 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ സെക്ഷൻ 4 പ്രകാരം അതിലെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ, കോപ്പറേറ്റീവ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കുന്ന സംഘങ്ങളെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് എന്ന് പഠിച്ചു. ഡെഫിനിഷൻ ഒരിക്കൽ കൂടി പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എ സൊസൈറ്റി which has its objectives of promotion of the economic interest of its members in accordance with the cooperative principles. നമ്മൾ ഓർത്തിരിക്കണം, സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കുന്ന സംഘങ്ങളെയാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. നിങ്ങൾ ഈ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, വോളണ്ടറി അസോസിയേഷൻ. എന്താണ് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? സ്വമേധിയ രൂപീകരിക്കുന്ന സംഘമാണ്. ആരുടെയും കമ്പൽഷൻ ഇല്ല, ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിച്ചപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു ഫീച്ചർ ആയിരുന്നു വോളണ്ടറി അസോസിയേഷൻ. A voluntary association means there is no compulsion, there is no influence. Everyone can come and leave the organization at any time. ആരും നമ്മളെ നിർബന്ധിക്കില്ല, ആരും നമ്മളെ പ്രലോഭിക്കില്ല. നിങ്ങൾ വന്ന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആവശ്യപ്പെടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും പോകാം. ബട്ട് the shares നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അധികാരം ഇല്ല. ഇറ്റ് ക്യാൻ ബി സറണ്ടേർഡ് ടു ദി സൊസൈറ്റി, സൊസൈറ്റിക്ക് തിരിച്ചേൽപ്പിക്കാം. ബട്ട് ഇറ്റ് കാനോട്ട് ബി ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഷെയറുകൾ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദ ഷെയർസ് ആർ നോട്ട് ട്രാൻസ്ഫറബിൾ. വൺ ക്യാൻ സറണ്ടർ ഹിസ് ഷെയർ. അദ്ദേഹത്തിന്റെ ഷെയർ വേണമെങ്കിൽ സൊസൈറ്റിയെ തിരിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിന് സൊസൈറ്റിയിൽ നിന്നും അംഗത്വം വേണ്ട എന്ന് വെക്കാൻ കഴിയും. പക്ഷെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസ്ഥ, അധികാരം ആ മെമ്പർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വോളണ്ടറി അസോസിയേഷൻ. ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. എന്താ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ജനാധിപത്യമായ മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ദ മാനേജ്മെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ദീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ എലക്ടഡ് ബൈ ദ ജനറൽ ബോഡി. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് പൊതുജനങ്ങളാണ്, അതിലെ അംഗങ്ങളാണ്. അംഗങ്ങളെല്ലാം ചേർന്നതിന് ശേഷം ഇലക്ഷൻ ബേസിലാണ്, തെരഞ്ഞെടുപ്പ് രീതിയിലാണ് അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം, in the case of a joint stock company, the voting right is depending upon the number of shares held by them. ഒരു വ്യക്തി എത്ര ഷെയർ കൈവശം വെച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ വോട്ടവകാശം വരുന്നത്. അതേ സമയത്ത് in the case of a cooperative society, the principle is one man one vote. One man one vote. ഒരു വ്യക്തിക്ക് ഒരു വോട്ടവകാശമാണ് ഉണ്ടാവുക, ഇറസ്പെക്റ്റീവ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ. എത്ര ഷെയർ കൈവശം വെച്ചാലും, എത്ര ഷെയർ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു വോട്ടവകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനില്ല. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ദ വോട്ടിംഗ് റൈറ്റ് ഈസ് ഡിപെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ കൈവശം വെച്ചിരിക്കുന്ന ഷെയറിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം കൂടാനും വോട്ടവകാശം കുറയാനുമുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, the voting right means the principle of cooperative society is that one man one vote, irrespective of the shares
held by law. എത്ര ഷെയർ കൈവശം വെച്ച വ്യക്തിയായിരുന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു വോട്ട് മാത്രമായിരിക്കും. വൺ മാൻ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. മൂന്നാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് സർവീസ് മോട്ടീവ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും ആ ബിസിനസ് സ്ഥാപനത്തിന്റെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കും? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്? നമ്മൾ തുടങ്ങുന്ന ബിസിനസ് ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഏണിംഗ് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസിങ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക, ലാഭം വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും എല്ലാ ബിസിനസ് സ്ഥാപനത്തിന്റെയും ലക്ഷ്യം. അതേസമയത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാക്കുകയെ അല്ല അവരുടെ ലക്ഷ്യം. Their objective is to rendering service to its members rather than making profit. ലാഭം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അംഗങ്ങൾക്ക് സേവനം ചെയ്യുക എന്നതായിരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം. അതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മറ്റേതൊരു ബിസിനസ് സ്ഥാപനം നമ്മൾ എടുത്താലും ആ ബിസിനസ് സ്ഥാപനത്തിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏണിംഗ് പ്രോഫിറ്റ് ആയിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാക്കുകയല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സർവീസ് മോട്ടീവാണ്. റെൻഡറിങ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതിലെ അംഗങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 3 ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, വോളണ്ടറി അസോസിയേഷൻ, സ്വമേധയാ രൂപീകരിക്കുന്നു, ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല. ദർ ഈസ് നോ കമ്പൽഷൻ, ദർ ഈസ് നോ ഇൻഫ്ലുവൻസ്, ആരും നമ്മളെ നിർബന്ധിച്ച് മെമ്പർ ആക്കുന്നില്ല, അംഗമാക്കുന്നില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ജനാധിപത്യ രീതിയിലുള്ള നിയന്ത്രണമാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, ഡയറക്ടർ ബോർഡിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത് അതിലെ അംഗങ്ങളായിരിക്കും. എലക്ഷൻ ബേസിലാണ്. ആ എലക്ഷൻ ബേസിൽ തിരഞ്ഞെടുക്കുമ്പോൾ അംഗങ്ങൾക്ക് ഒരു വോട്ടവകാശം മാത്രമേ ഉള്ളൂ. അതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പ്രത്യേകിച്ചും ഓർക്കേണ്ടത്. വൺ മാൻ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. എത്ര ഷെയർ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അയാൾക്കും ഒരു വോട്ടവകാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡയറക്ടർ അംഗങ്ങൾ കൂടുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണനിർവഹണം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. മൂന്നാമത് നമ്മൾ പറഞ്ഞു സർവീസ് മോട്ടീവ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ടു ഏണിംഗ് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസിംഗ് പ്രോഫിറ്റ്. ഏണിംഗ് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസിംഗ് പ്രോഫിറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി its objective is not to earning profit. Its objective is to rendering services. ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ് ആയിരിക്കും, സേവനം ചെയ്യുക എന്നായിരിക്കും. റെൻഡറിങ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് റാദർ ദാൻ മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അംഗങ്ങൾക്ക് സേവനം ചെയ്യുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. നാലാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നു ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലധനം അതിലെ അംഗങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമുക്കറിയാം, ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻടു ഈക്വൽ വാല്യൂ. ഈച്ച് വാല്യൂ ഈസ് നോൺ ഈക്വൽ വാല്യൂ ഓഫ് യൂണിറ്റ്സ്. ഈച്ച് വാല്യൂ ഈസ് നോൺ ആസ് ഷെയർസ്. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഷെയർസ് ഉണ്ടാകും. ഈ ഷെയർസ് അംഗങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അംഗങ്ങൾ ഷെയറായിട്ട് കൊണ്ടുവരുന്ന തുകയായിരിക്കും അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയറുകളാണ്. ഈ ഷെയറുകൾ പൊതുജനങ്ങൾ വാങ്ങുന്നു, അതിലെ അംഗങ്ങൾ വാങ്ങുന്നു. ഷെയർ വാങ്ങുന്ന വ്യക്തികളൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളായി മാറുകയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വൺ ക്യാൻ സബ്സ്ക്രൈബ് ഓൺലി അപ് ടു 20% ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ആകെയുള്ള ഷെയർ ക്യാപിറ്റലിന്റെ 1/5 മാത്രമേ ഒരു വ്യക്തിക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലാണെങ്കിൽ ഷെയർ വാങ്ങുന്നതിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാൻ ബി ഹോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഷെയറുകളുടെ അളവ് ആ സൊസൈറ്റിയുടെ ആകെ ഷെയർ ക്യാപിറ്റലിന്റെ 20% അല്ലെങ്കിൽ 1/5 എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഷെയർസ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഫീച്ചറിലേക്ക് പോകുന്നു, ഗവൺമെന്റ് കൺട്രോൾ. ഇൻ ഇന്ത്യ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഴുവൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഓരോ വർഷവും ആനുവലി
the cooperative society must file its return to the registrar of cooperative society. Registrar of cooperative society എന്ന് പറയുന്ന ഒരു ഓഫീസറെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിക്ക് എല്ലാ വർഷവും കണക്കുകൾ ബോധിപ്പിക്കുവാൻ സൊസൈറ്റി ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഗവൺമെന്റ് കൺട്രോളിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അവസാനത്തെ ഫീച്ചർ ആയിട്ട് പറയാം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. വി നോ ദാറ്റ് ആഫ്റ്റർ completing 1 year either profit or loss may arise. പ്രോഫിറ്റ് ആണ് ഉള്ളതെങ്കിൽ, ലാഭമാണ് ഉള്ളതെങ്കിൽ, നമുക്കറിയാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടെങ്കിൽ ആ ലാഭം അംഗങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ലാഭം അംഗങ്ങൾക്ക് വിതരണം ചെയ്യും. വളരെ പരിമിതമായ ലാഭം മാത്രമായിരിക്കും വിതരണം ചെയ്യുക. ലാഭം മുഴുവൻ വിതരണം ചെയ്യില്ല. കുറച്ച് ലാഭം മാത്രം അംഗങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയും ബാക്കി വരുന്ന പ്രോഫിറ്റിനെ ദ സർപ്ലസ് പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സർപ്ലസ് പ്രോഫിറ്റ് ഇതിലെ അംഗങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് രീതിയിലാണോ സർവീസ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ മിൽക്ക് സൊസൈറ്റി ആണെങ്കിൽ, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ആണെങ്കിൽ അതിലെ പാൽ അളന്നതിന്റെ ബേസിൽ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതിന്റെ ബേസിൽ, മാർക്കറ്റിംഗ് സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിക്ക് സാധനങ്ങൾ വിറ്റതിന്റെ ബേസിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. ആരും ആരെയും നിർബന്ധിച്ച് അംഗങ്ങളാക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ടർ ബോർഡാണ്. ഈ ഡയറക്ടർ ബോർഡിനെ അതിലെ അംഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. മൂന്നാമെന്ന് പറഞ്ഞാൽ സർവീസ് മോട്ടീവാണ്. മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് സർവീസ് മോട്ടീവിലാണ്, സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ്. നാലാമത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷെയറുകളായിട്ടായിരിക്കും ഉണ്ടാക്കുക. ആ ഷെയറുകൾ കൈവശം വെക്കാനുള്ള അവകാശം ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന മാക്സിമം ഷെയർ എന്ന് പറയുന്നത് 20% അല്ലെങ്കിൽ 1/5 ആയിരിക്കും. അതിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. കമ്പനിക്ക് നമ്മുടെ ഷെയർ, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നമ്മുടെ ഷെയർ സറണ്ടർ ചെയ്തുകൊണ്ട് സൊസൈറ്റിയിലെ അംഗത്വം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ പോകരുത് എന്ന് ആരും നിർബന്ധിക്കുന്നില്ല. അഞ്ചാമത് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് കൺട്രോളാണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ വർഷവും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ കണക്കുകൾ, രേഖകളും രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം പ്രോഫിറ്റ് ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന പ്രോഫിറ്റിനെ അംഗങ്ങൾക്ക് അവർ ചെയ്ത ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 6 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ രൂപീകരിക്കാം. നിങ്ങളിപ്പോൾ VHSC കോഴ്സിന് കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കണമെങ്കിൽ അത് എങ്ങനെ രൂപീകരിക്കാം എന്ന് നോക്കാം. കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ രൂപീകരിക്കുന്നത് 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ഇൻ കേരള ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കേണ്ടത്. ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ്, ആദ്യമായിട്ട് നമ്മൾ ഒരു ബെനിഫിഷ്യറി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ആരൊക്കെയാണ് ഇതിൽ താല്പര്യമുള്ളത് അത്രയും ആൾക്കാരെ വിളിച്ചു ചേർത്ത് അവരുടെ ഒരു മീറ്റിംഗ് ചേർക്കുന്നു. ആ ബെനിഫിഷ്യറി മീറ്റിംഗിൽ വെച്ച് രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊമോട്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരു പ്രൊമോട്ടേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു. ആദ്യം ഒരു ബെനിഫിഷ്യറി മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നു. ആ ബെനിഫിഷ്യറി മീറ്റിംഗിൽ വെച്ച് ഒരു പ്രൊമോട്ടേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു. കുറച്ച് ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഈ ബെനിഫിഷ്യറി മീറ്റിംഗിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊമോട്ടേഴ്സ് ആണ് സൊസൈറ്റിയുടെ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താ ബൈലോ നമുക്കറിയാം, നമ്മളെ ക്ലബുകൾക്കൊക്കെ പോലെയുള്ള നിയമാവലി. ആ നിയമാവലി പ്രിപ്പയർ ചെയ്യാൻ അവരെ ചുമതലപ്പെടുത്തുന്നു. ഈ പ്രൊമോട്ടേഴ്സ് ആണ് ആപ്ലിക്കേഷന് വേണ്ട എല്ലാ പ്രൊസീഡിങ്സും ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. 2 കോപ്പി ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇൻ ഫോം നമ്പർ 1. ഫോം നമ്പർ 1 എന്ന് പറയുന്ന ഫോമിൽ 2 കോപ്പി ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ 3 കോപ്പീസ് ഓഫ് ദി പ്രപ്പോസ്ഡ് ബൈലോ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതുകൂടാതെ എ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് who have signed in the application. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മിനിമം 25 members belonging to different families. 25 members
ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഫാമിലീസ്, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും വന്ന 25 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന 25 പേരെങ്കിലും ഒപ്പുവെച്ചിട്ടുണ്ടാകണം. അവരുടെ ലിസ്റ്റ് ഉണ്ടാകണം. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദം, അവർ എത്ര രൂപ ക്യാപിറ്റലായി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മൾ ഏത് ബാങ്കാണോ നമ്മുടെ സൊസൈറ്റിയുടെ ബാങ്കായി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിന്റെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ്, ക്രെഡിറ്റ് വർത്തിനെസ്, നമ്മുടെ സൊസൈറ്റി സാമ്പത്തികമായിട്ട് ശക്തമാണ് എന്ന് കാണിക്കുന്ന ഒരു ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കൂടി, ക്രെഡിറ്റ് വർത്തിനെസിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ആ ബാങ്കിൽ നിന്നും മേടിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ ഫോം ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, 3 copy of the proposed bylaw, list of members and amount of share of contributed by them, and also a certificate from the bank in order to show the credit worthiness of the society. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്താൽ the registrar scrutinize the application. അദ്ദേഹം ആ ആപ്ലിക്കേഷൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. If he is satisfied, അദ്ദേഹത്തിന് തൃപ്തികരമെന്ന് തോന്നിയാൽ he will issue a certificate of registration. അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ തൃപ്തികരമാണ് എന്ന് തോന്നിയാൽ അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നു. If he is not satisfied, അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും അപാകത ഉണ്ട് എന്ന് കണ്ടാൽ, രജിസ്ട്രേഷൻ കൊടുക്കുന്ന ആപ്ലിക്കേഷന് എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് കണ്ടാൽ he refused to register the society, അദ്ദേഹം സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും റിഫ്യൂസ് ചെയ്യുകയും തിരസ്കരിക്കുകയും ആ കാര്യം ചീഫ് പ്രൊമോട്ടറെ 7 ദിവസത്തിനുള്ളിൽ അറിയിക്കുകയും ചെയ്യും. 7 ദിവസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടർ ഇന്ന കാരണം കൊണ്ട് നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ല എന്ന വിവരം അറിയിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ബെനിഫിഷ്യറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. ബെനിഫിഷ്യറി മീറ്റിംഗ്, മെമ്പേഴ്സ് മീറ്റിംഗ് ഈസ് കൺവിൻസ്ഡ്. ആൻഡ് സെക്കൻഡ് വൺ, ആ ബെനിഫിഷ്യറി മീറ്റിംഗിൽ നിന്നും നമ്മൾ പ്രൊമോട്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്നു. പ്രൊമോട്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന ആ പ്രൊമോട്ടേഴ്സാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായ ബൈലോ ഉണ്ടാക്കേണ്ടി വരുന്നത്. ആ പ്രൊമോട്ടേഴ്സാണ് ആപ്ലിക്കേഷന്റെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഫോം നമ്പർ 1 അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ 2 കോപ്പി ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷനോടൊപ്പം നമ്മുടെ പ്രപ്പോസൽ ബൈലോയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും വന്ന കുറഞ്ഞത് 25 അംഗങ്ങളെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ നേടിയിരിക്കുന്ന ക്രെഡിറ്റ് വർത്തിനെസ്, നമ്മുടെ സൊസൈറ്റി സാമ്പത്തികമായിട്ട് ഭദ്രമാണ് എന്ന് കാണിക്കുന്ന ഒരു ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് മേടിച്ചിട്ടാവണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് വിലയിരുത്തുന്നു. അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ അദ്ദേഹം രജിസ്ട്രേഷൻ ചെയ്യുന്നു. He will issue a certificate of registration. That certificate contains, ആ സർട്ടിഫിക്കറ്റിലായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്റ്റർ നമ്പർ. നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ അറിയാം, ഏത് സൊസൈറ്റി നോക്കിയാലും അറിയാം, ആ സൊസൈറ്റിയുടെ പേരിന്റെ അവസാനം ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറാണ് രജിസ്ട്രേഷൻ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രജിസ്ട്രേഷൻ നമ്പറോട് കൂടിയ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഇഷ്യൂ ചെയ്യുന്നു. അദ്ദേഹത്തിന് അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ he will refuse the application and communicate it to the chief promoter with reason within 7 days. ഇത്രയുമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ 4 രൂപത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ പോകുമ്പോൾ എന്തൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാകുന്നതാണ്. ഇനി പറയുന്ന ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ചില ബിസിനസ് ഓർഗനൈസേഷൻ ആവശ്യമായി വരികയും ചെയ്യും. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ഒബ്റ്റെയിൻ പാൻ. പാൻ ഈസ് PAN, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പാൻ ഈസ് എ 10-digit alphabetic number issued by the income tax department. ടാക്സ് അടയ്ക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന നമ്പറാണ് പാൻ എന്ന് പറയുന്നത്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. രണ്ടാമത് പറയുന്നത് ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട്. ഏത് ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോഴും എല്ലാ ബിസിനസ് സ്ഥാപനക്കാരും ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമുക്ക് ബാങ്കിൽ വ്യത്യസ്തമായ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, റെക്കറിംഗ് ഡിപ്പോസിറ്റ്. ബിസിനസ്സുകാർ പൊതുവെ ബാങ്കിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത് പറഞ്ഞത് രജിസ്ട്രേഷൻ ഓഫ്
യുവർ കമ്പനി. നമ്മൾ ഓരോ രൂപത്തിലുള്ള ഫേമും ഉണ്ടാക്കുമ്പോൾ, ഉദാഹരണം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ പഠിക്കേണ്ടത് രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി, രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയാലും കോപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, നിർബന്ധമായിട്ടും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ മൂന്നാമത്തെ ഫോം രജിസ്ട്രേഷൻ ഓഫ് യുവർ കമ്പനിയാണ്. നാലാമത് രജിസ്ട്രേഷൻ ഫോർ സർവീസ് ടാക്സ്. സേവനം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു സർവീസ് ടാക്സിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെന്റിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാകണം. അഞ്ചാമത് എക്സൈസ് ഡ്യൂട്ടി. രണ്ട് രീതിയിലുള്ള എക്സൈസ് ഡ്യൂട്ടികളുണ്ട്. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അതായത് ആൽക്കഹോളിക് പദാർത്ഥങ്ങൾ, അതായത് നാർക്കോട്ടിക് ഒബ്ജക്റ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ മാനുഫാക്ചർ ചെയ്യുന്ന വസ്തുക്കൾക്ക് സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതിയാണ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി എന്ന് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ മറ്റേത് മാനുഫാക്ചറിംഗ് ഗുഡ്സ് ഉണ്ടെങ്കിലും അതിനൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ചാർജ് ചെയ്യുന്നു. അതിനെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നു. അടുത്ത് പറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി കസ്റ്റംസ് അതോറിറ്റി, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന, നമുക്കറിയാം ടി വി തുറന്നാലും പേപ്പർ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് കസ്റ്റംസിനെ കുറിച്ച്. അപ്പോൾ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയർ എന്റർപ്രണർ മെമ്മോറാണ്ടം. അതായത് നമ്മുടെ എല്ലാ ജില്ലകളിലും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്ററിൽ നമ്മൾ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം പറയുന്നു അപ്ലൈ ഫോർ ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ ഇസ് എ 10-digit നമ്പർ ഇഷ്യൂഡ് ബൈ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. പാൻ നമ്മൾ പറഞ്ഞു, പാൻ ഈസ് എ 10-digit നമ്പർ ഇഷ്യൂഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ടാനും പാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ടാൻ എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്ഷൻ. അതായത് ഏതെങ്കിലും വ്യക്തി ആരിൽ നിന്നെങ്കിലും ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് മറ്റാർക്കും വേണ്ടി നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയോ ചെയ്യുമ്പോൾ എടുക്കുന്ന നമ്പറാണ് ടാന്. പാൻ എന്ന് പറയുന്നത് ടാക്സ് പേയേഴ്സ് ഡയറക്റ്റ്, ആരാണോ ടാക്സ് അടയ്ക്കുന്നത് അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന നമ്പറാണ് പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. പാനും എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത പറഞ്ഞു EPF രജിസ്റ്റർ ചെയ്യണം. 20 അതിൽ അധികമോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, 20 കൂടുതൽ തൊഴിലാളികൾ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നിർബന്ധമായിട്ടും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എടുത്തിട്ടുണ്ടാവണം. എംപ്ലോയീസ് പ്രൊവിഡന്റ്, തൊഴിലാളികൾക്കുള്ള പ്രൊവിഡന്റ് ഫണ്ട് എടുത്തിട്ടുണ്ടാവണം. അതുപോലെ ESI 10 അതിലധികമോ റെഗുലർ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് തോട്ടം തൊഴിലാളികൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും, 10 അതിലധികമോ വർക്കേഴ്സ് സ്ഥിരമായിട്ടുള്ളതാണെങ്കിൽ അവിടെയാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യണം. ഈ പറയുന്ന എല്ലാ നിയമങ്ങളും എല്ലാ വിഭാഗം ആൾക്കാർക്കും വേണ്ട. പക്ഷെ ചില കമ്പനികളോ അല്ലെങ്കിൽ സൊസൈറ്റികൾ തുടങ്ങുമ്പോൾ ഇത് അത്യാവശ്യമായിട്ട് വരും. പ്രധാനമായിട്ടും 10 ലീഗൽ ഫോർമാലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. 1 ഒബ്റ്റെയിൻ പാൻ, 2 ഓപ്പൺ കറന്റ് അക്കൗണ്ട്, 3 രജിസ്ട്രേഷൻ ഓഫ് അവർ ഓർഗനൈസേഷൻ, 4 രജിസ്ട്രേഷൻ ഓഫ് അവർ ഓർഗനൈസേഷൻ നമ്മൾ പറയും എക്സൈസ് ഡ്യൂട്ടി, 5ാമത് നമ്മൾ പറയുന്നു കസ്റ്റംസ് ഡ്യൂട്ടി, 3 6ാമതായിട്ട് നമ്മൾ പറഞ്ഞു ഫയൽ എന്റർപ്രണർ മെമ്മോറാണ്ടം. എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്? ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ, ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ദെൻ അപ്ലൈ ഫോർ ESI, അപ്ലൈ ഫോർ EPF. 20 തൊഴിലാളികളോ അതിൽ കൂടുതലുണ്ടെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് വേണം. 10 തൊഴിലാളികൾ കൂടുതലുള്ള റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് നമ്മൾ ESI വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ ഫോർമാലിറ്റീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇന്ന് നമ്മൾ സഹകരണ സംഘങ്ങളുടെ നിർവചനം, ഫീ കേസ്, എങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം ഏത് രൂപത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും, ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയാലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോമിലുള്ളതായാലും ആ രൂപത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പാലിക്കേണ്ട ചില നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ്, ലീഗൽ ഫോർമാലിറ്റീസ് എന്താണ് എന്ന കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഇന്ന് ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു.